ഇന്ത്യ-പാക് സംഘർഷത്തിനിടയിലും ഇന്ത്യയുടെ ആയുധ വിപണി വലിയ തോതിൽ വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാന് നൽകിയ പ്രഹരശേഷിയാണ് ഇന്ത്യയുടെ വജ്രായുധങ്ങളെ തേടി രാജ്യങ്ങൾ എത്താൻ കാരണമായത്. യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയേക്കാൾ ഉയരത്തിലാണ് ഇന്ത്യയുടെ കുതിപ്പ്. ഇന്ത്യ-പാക് വിഷയത്തിൽ ഇടപെട്ട് അത് പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കിയ അമേരിക്കയുടെ കുടില ബുദ്ധി പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ആവനാഴിയിൽ ഇന്ത്യ സൂക്ഷിച്ചു വെച്ച ആയുധങ്ങളെ ലോകം കണ്ടതോടെ ഈ മേഖലയിലെ ഇന്ത്യൻ വളർച്ചയും അമേരിക്കയുടെ തളർച്ചയും അമേരിക്ക മനസ്സിലാക്കിയിരിക്കണം. തന്നേക്കാൾ ഉയരത്തിൽ ആരെയും പറക്കാൻ അനുവദിക്കാത്ത അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആയുധ കച്ചവടത്തിലെ ഇന്ത്യയുടെ വളർച്ച തടയുക എന്നതാണ്. അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം: ഇന്ത്യ അമേരിക്കയോട് കാണിക്കുന്ന സൗഹൃദത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ കരുത്തുറ്റ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ലോകരാജ്യങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോഴുള്ളത്. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ ഇന്ത്യക്ക് ആയുധ കച്ചവടത്തിൽ വലിയ കുതിപ്പ് കാഴ്ചവെക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 17 രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു എന്ന റിപ്പോർട്ട് പറയുന്നതും അത് തന്നെയാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. പെഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതിന് പിന്നാലെ അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണവുമായി പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കൃത്യതയിലും പ്രഹരശേഷിയിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പേടിച്ച് പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളിൽ നിന്നും പിന്മാറി വെടിനിർത്തലിന് തയ്യാറായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയുടെ മിസൈൽ കരുത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രഹ്മോസ് വാങ്ങിക്കൂട്ടാൻ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ 17 രാജ്യങ്ങളാണ് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏക രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു. ഇന്ത്യ $375 മില്യൺ കരാറിന്റെ ഭാഗമായി ഫിലിപ്പീൻസ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാന്റ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വല, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ എന്നിവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു എന്നതാണ് സൂചന. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. 2001 ജൂൺ 12-നാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ചത്. ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തി. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ NPO മെഷി നോസ്ട്രോയേനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസ്. സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് മാക് 3 വേഗത്തിൽ വരെ കുതിക്കാനാകും. 200-300 കിലോഗ്രാം ഭാരം വെച്ച് കുതിക്കുന്ന ഈ മിസൈലിന് 800 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും ശേഷിയുണ്ട്. വേഗതയ്ക്കൊപ്പം കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര. തറനിരപ്പിൽ നിന്ന് വെറും 10 മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യം വരെ തരിപ്പണമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ശത്രു റഡാറുകളിൽ പതിയില്ല എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് അനായാസം ലക്ഷ്യസ്ഥാനത്തെത്തുകയും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യും. മാക് 2.8-നും മാക് 3.5-നും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളേക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ പതിക്കുകയാണ്. എന്തായാലും ഇന്ത്യ-പാക് സംഘർഷം ഇന്ത്യയുടെ ആയുധ വിപണിയെ സജീവമാക്കിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഗണ്യമായ വർധനവുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് റെക്കോർഡ് വിലയായ 23,622 കോടിയായി മാറിയിരിക്കുകയാണ്. മുൻവർഷത്തേക്കാൾ 12.04% വർധനവും 2013-14 മുതൽ 34 മടങ്ങ് വർധനവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളെയും പ്രതിരോധ ഉപകരണങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരനാകാനുള്ള പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വളർച്ച. പ്രധാന കയറ്റുമതി ഇനങ്ങളിൽ പീരങ്കി ഷെല്ലുകൾ, മിസൈൽ സംവിധാനങ്ങൾ, നൂതന ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ആയുധങ്ങൾക്ക് ആവശ്യക്കാർ അധികവും. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആത്മനിർഭർ ഭാരത് സംരംഭം നിർണായകമാണ്. ഇന്ത്യയിലെ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുടെ ഏകദേശം 65 മുതൽ 70% ഇപ്പോൾ ആഭ്യന്തരമായി നിർമ്മിക്കപ്പെടുന്നു. 1 ദശാബ്ദം മുമ്പുള്ളതിനേക്കാൾ ഗണ്യമായ വർധനവാണിത്. പ്രതിരോധ വ്യാവസായിക ഇടനാഴികളുടെ സ്ഥാപനം പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ 28,000 കോടിയിലധികം നിക്ഷേപങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. ലക്നൌവിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം പ്രതിരോധ ഉൽപാദനത്തിൽ സംസ്ഥാനത്തിന്റെ വളർന്നുവരുന്ന പങ്കിനെ അടിവരയിടുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2022
2025 മെയ് മാസത്തിൽ ഇന്ത്യൻ ഭരണത്തിലുള്ള കശ്മീരിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ നിർണായക ഘട്ടത്തിലെത്തുകയായിരുന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികളാണ് ആക്രമണത്തിന് കാരണമെന്ന് ഇന്ത്യ ആരോപിക്കുകയും മെയ് 7-ന് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പ്രതികാര വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഇസ്ലാമാബാദിനടുത്തുള്ള പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും തുടർന്ന് ഇന്ത്യൻ സ്ഥലങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ തിരിച്ചടിയും ഉൾപ്പെടെയുള്ള പരസ്പര ആക്രമണങ്ങളോടെ സ്ഥിതി കൂടുതൽ വഷളായി. ഈ അസ്ഥിരമായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ തത്സമയ പോരാട്ടത്തിൽ വിന്യസിച്ചു. ഇത് രാജ്യത്തിന്റെ സൈനിക ശേഷിയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ അതിന്റെ വേഗത, കൃത്യത, വൈവിധ്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. മാക് 3 വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ മിസൈൽ കര, കടൽ, വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും. ആധുനിക യുദ്ധത്തിൽ ഒരു മികച്ച നേട്ടമായി മാറ്റുന്നതും ഇതുതന്നെയാണ്. പരമ്പരാഗത ആണവ വാർഹെഡുകൾ വഹിക്കാനുള്ള മിസൈലിന്റെ കഴിവ്, അതിന്റെ റഡാർ സിഗ്നേച്ചർ എന്നിവ ശത്രു പ്രതിരോധ തന്ത്രങ്ങളെ സങ്കീർണമാക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ നില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇസ്ലാമാബാദിനടുത്തുള്ള വ്യോമതാവളങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേന ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു. വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചതിനും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾക്കും നേരിട്ടുള്ള പ്രതികരണമായിരുന്നു ഈ ആക്രമണങ്ങൾ. ഈ സാഹചര്യത്തിൽ ബ്രഹ്മോസ് വിന്യാസം വേഗത്തിലും കൃത്യമായും തിരിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് അടിവരയിടുകയും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്തു. ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ ബ്രഹ്മോസിന്റെ പ്രവർത്തനപരമായ ഉപയോഗം ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ വിപുലീകൃത ശ്രേണിയും കൃത്യതയുള്ള ആക്രമണ ശേഷിയും ഇന്ത്യയെ എതിരാളി പ്രദേശത്തിനുള്ളിലെ നിർണായക അസ്ഥികളെ ലക്ഷ്യം വെക്കാൻ പ്രാപ്തമാക്കി. അതുവഴി പരമ്പരാഗത പ്രതിരോധ സമവാക്യങ്ങളിൽ മാറ്റം വരുത്താനും ഇന്ത്യക്ക് സാധിച്ചു. അത്തരം മുന്നേറ്റങ്ങൾ മേഖലയിലെ സൈനിക സിദ്ധാന്തങ്ങളുടെയും പ്രതിരോധ നിലപാടുകളുടെയും പുനർമൂല്യനിർണ്ണയത്തിന് പ്രേരിപ്പിച്ചേക്കാം. ഇത് ഭാവിയിലെ ഇടപെടലുകളെയും സമാധാന ചർച്ചകളെയും സ്വാധീനിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ അഴിച്ചുവിട്ട യുദ്ധപ്രഖ്യാപനമായിരുന്നു പെഹൽഗാം ആക്രമണം. എന്നാൽ പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. തിരിച്ചടിക്കാൻ ഇന്ത്യ സമയവും സന്ദർഭവും കാത്തുനിന്നു. അവിടെയും ഹീറോ ആയത് റഷ്യയുടെ ആയുധങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. റഷ്യ ഇന്ത്യൻ കൂട്ടുകെട്ടും സൗഹൃദവുമാണ് ഇന്ത്യക്ക് പോർക്കളത്തിൽ വീര്യം നൽകിയത്. അതിനെക്കുറിച്ച് പറയാതെ എങ്ങനെയാണ് നമുക്കിത് അവസാനിപ്പിക്കാനാകുക? ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ റഷ്യ ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങളുടെ പ്രധാന വിതരണക്കാരനായിരുന്നു. അന്തർവാഹിനികൾ, വിമാനവാഹിനി കപ്പലുകൾ, ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഈ സഹകരണം പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ സംയുക്ത വികസനം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇരു രാജ്യങ്ങൾക്കും. ഇത് കൃത്യതയുള്ള ഒരു ആക്രമണ ശേഷികളിൽ ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കവും നൽകി. പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമായ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് റഷ്യ നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് S-400 ട്രയഫ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിന്യാസം ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികൾ കണ്ടെത്താനും നിർവീര്യമാക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൃത്യവും വേഗത്തിലുള്ളതുമായ പ്രതികാര ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ ഉപയോഗം അതിന്റെ റഷ്യൻ സഹായത്തോടുള്ള ആയുധ ശേഖരത്തിന്റെ ഫലപ്രാപ്തിയെ അടിവരയിടുന്നതാണ്. ഹാർഡ്വെയറിനപ്പുറം കർശനമായ അന്തിമ ഉപഭോക്തൃ നിയന്ത്രണങ്ങളില്ലാതെ നൂതന സൈനിക സാങ്കേതികവിദ്യ പങ്കിടാനുള്ള റഷ്യയുടെ സന്നദ്ധത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ തുറന്ന സമീപനം ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ നയങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ സേനയെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ഇത് സഹായിച്ചിട്ടുമുണ്ട്. മാത്രവുമല്ല, അന്താരാഷ്ട്ര വേദികളിൽ റഷ്യയുടെ പിന്തുണ പലപ്പോഴും ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുമായി യോജിക്കുകയും നിർണായക ഘട്ടങ്ങളിൽ നയതന്ത്ര പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ റഷ്യ പ്രതിരോധ പങ്കാളിത്തം ശക്തമായി തുടരുമ്പോൾ ഒരൊറ്റ സ്രോതസ്സിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യ പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിച്ചു വരികയാണിപ്പോൾ. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവും ഈ തന്ത്രപരമായ മാറ്റത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റഷ്യയിൽ നിന്നുള്ള അടിസ്ഥാന പിന്തുണ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു മൂലക്കല്ലായി ഇപ്പോഴും തുടരുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം സ്ഥിരത നൽകുന്ന ഒരു ഘടകമാണ്. അത് അത്യാവശ്യ സൈനിക ശേഷികളും തന്ത്രപരമായ പിന്തുണയും നൽകുന്നുണ്ട്. റഷ്യയുമായിട്ടുള്ള പങ്കാളിത്തം ഇന്ത്യയുടെ പ്രതിരോധ നിലയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ആക്രമണത്തിനെതിരെ വിശ്വസനീയമായ ഒരു പ്രതിരോധം പ്രാപ്തമാക്കുന്നതിലൂടെ പ്രാദേശിക സ്ഥിരതയ്ക്കും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ റഷ്യ ഇന്ത്യ കൂട്ടുകെട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.